താജ്മഹലുള്ള കോമ്പൗണ്ടിലേക്ക് നമ്മൾ പ്രവേശിച്ചു കഴിഞ്ഞു. അതിലൂടെ ആ കാണുന്ന ഭാഗമാണ് ഇതിൻ്റെ എൻട്രി. അതിലൂടെ ഇങ്ങനെ കയറി വന്നാൽ ഒരു കോമ്പൗണ്ട് കെട്ടിയിട്ടുണ്ട്. ഇവിടെ ഉണ്ടാവും. ഈ കോമ്പൗണ്ടിൻ്റെ ഉള്ളിലാണ് താജ്മഹൽ. കോമ്പൗണ്ടിൽ നിന്ന് താജ്മഹലുള്ള ഭാഗത്തേക്ക് പ്രവേശിക്കണമെങ്കിലുള്ള കവാടമാണ് ഈ കാണുന്ന കവാടം, അഥവാ താജ്മഹലിൻ്റെ ഗേറ്റ് എന്ന് പറയാം. സ്ക്രീനിലത് ഫുള്ളാവണില്ല, ഒന്ന് ലാൻഡ്സ്കേപ്പ് ആകുന്നു. ഇത്രയും വലിയൊരു കവാടം കടന്നിട്ടാണ് ഇതിൻ്റെ ഉള്ളിലേക്ക് നമ്മൾ പ്രവേശിക്കേണ്ടത്. ദെൻ ബാക്കി ഗേറ്റ് കടന്നിട്ടുള്ള വിവരങ്ങൾ കാണാം. ഇവിടെയൊക്കെ അറബി എഴുത്തുകൾ കാണാം, ശ്രദ്ധിക്കുക. കണ്ടില്ലേ, നന്നായി അറബി എഴുതിയിട്ടുണ്ട്. ഖുർആനാണ്, മറ്റൊന്നുമല്ല. താജ്മഹലിൽ എഴുതി വെച്ചത് സൂറത്തുൽ ഫജ്റാണ് എഴുതി വെച്ചിട്ടുള്ളത്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, വൽ ഫജ്രി വലയാലിൻ അശ്ർ. വ്യക്തമായി കാണാവുന്ന രീതിയിൽ, നന്നായി മനസ്സിലാവുന്ന രീതിയിലാണ് സൂറത്തുൽ ഫജ്ർ എഴുതി വെച്ചിട്ടുള്ളത്. വശഫഇ വൽ വത്ർ വല്ലൈലി ഇദാ യസ്ർ വഫിർഔന ദിൽ ഔതാദ്. ഒക്കെ ഉണ്ട്. കൃത്യമായി അറബിയിൽ ഖുർആൻ എഴുതി വെച്ച ഖുർആൻ്റെ ടെക്സ്റ്റ് കാണാൻ കഴിയും. ഇത് ഇടയ്ക്ക് ലാൻഡ്സ്കേപ്പ് ആവും, ഇടയ്ക്ക് പോർട്രേറ്റ് ആവും വീഡിയോ. കാരണം അല്ലാതെ നമ്മളെ സംഗതി ഇതിൽ കൊള്ളൂല, അതുകൊണ്ടാണ്. പരമാവധി ലാൻഡ്സ്കേപ്പ് ആക്കിയിട്ട് തന്നെ എടുക്കാൻ നോക്കല്ലേ. ഈ കവാടത്തിലൂടെ കടന്നാൽ ചെല്ലുന്ന സ്ഥലമാണ് താജ്മഹൽ. എല്ലാവരും താജ്മഹൽ പകർത്താണ് ഇവിടെ. കവാടത്തിൻ്റെ ഉള്ളിലൂടെ താജ്മഹൽ കാണാം. കവാടത്തിൻ്റെ ഉള്ളിലൂടെ താജ്മഹൽ കാണാം. ഇവിടെ വിശാലമായ ഒരു ലോകത്തിലേക്കാണ് ഇതോടുകൂടി നമ്മൾ പ്രവേശിച്ചിട്ടുള്ളത്. താജ്മഹലിൻ്റെ മുറ്റം, അതിലൂടെ അങ്ങനെ പോകാം. അതിലൂടെ ഇറങ്ങിപ്പോയാൽ എത്രയെന്ന് പറയാൻ പറ്റാതെ അത്രയും വിശാലമായി കിടക്കുകയാണ്. അതിന് ആദ്യമായി നമുക്ക് ഇതിൻ്റെ നേരെ മുമ്പിലേക്കൊന്ന് പോയി നോക്കാം. വരൂ. ഇവിടെ ഈ തടാകം മുമ്പിലുണ്ട്. വിശാലമായ, വളരെ സൗന്ദര്യപൂർണമായ ഒരു ക്യാമ്പസിൽ ആണ് ഇത് വന്നിട്ടുള്ളത്. ഇനി താജ്മഹലിൻ്റെ അടുത്തെത്തിയതിന് ശേഷമുള്ള ദൃശ്യം പകർത്താം. ലോകത്തിൻ്റെ നാനാഭാഗത്തു നിന്നുള്ള സന്ദർശകരാണ് സ്വാഭാവികമായിട്ടും ഇവിടെ ഉള്ളത്. ഇന്ത്യയുടെ ഏറ്റവും സുപ്രധാനമായ ഒരു വർണ്ണാഭമായ ചിത്രമാണ് താജ്മഹൽ. ഷാജഹാൻ പത്നി മുംതാസിൻ്റെ സ്മരണയ്ക്ക് നിർമ്മിച്ച താജ്മഹലാണ്. അതിൻ്റെ ഏകദേശം ഫ്രണ്ടിലെത്തിയിട്ടുണ്ട്. നമ്മൾ കടന്നു വന്ന ഗേറ്റാണിത്. ആ ഗേറ്റ് കടന്നു വന്ന് ഇങ്ങനെ വന്നാൽ ഇവിടെയാണ് താജ്മഹൽ. ഇനി ഈ കാണുന്ന വഴിയിലൂടെ ഇങ്ങനെ പോയിട്ട് എത്രത്തോളം ആ ഭാഗത്തൊക്കെ ആളുകൾ നിൽക്കുന്ന ഭാഗത്തേക്കൊക്കെ ഒന്ന് പോയിട്ട് നമുക്ക് പകർത്താൻ ശ്രമിക്കാം. ഇതിൻ്റെ ഓരോ ഭാഗങ്ങളിലും ആളുകളുണ്ട്. കൂടുതൽ ആളുകൾ, പ്രത്യേകിച്ചും സ്ത്രീകളും മറ്റൊക്കെ ഇതിൽ പെടുന്നത് കൊണ്ട്
ഞാൻ കൂടുതൽ പകർത്തുന്നില്ല ഈ ഭാഗം. ഇവിടെ ഒരു സ്റ്റേജ് ഉണ്ട്. സ്റ്റേജിൽ കയറിയാൽ കുറച്ചും കൂടി കാണാമെന്ന് തോന്നുന്നു. അതിലൊന്ന് കയറി നോക്കാം. സ്റ്റേജ് നടുവിൽ, ഈ സ്റ്റേജിൻ്റെ നടുവിൽ ഇങ്ങനെ ഒരു കുളമാണ്. അങ്ങോട്ട് ഗേറ്റ് കാണാം, അങ്ങോട്ട് താജ്മഹൽ കാണാം. ഇതാണ് കൃത്യമായി ഇവിടെ നിന്നുള്ള ഒരു വ്യൂ. ഇനി ഇതിലൂടെ ഈ സ്റ്റെപ്പ് മുൻഭാഗത്ത് തന്നെ സ്റ്റെപ്പുണ്ട്. സ്റ്റെപ്പ് ഇറങ്ങി പോവാം. ഇതാണ് പല സ്ഥലത്ത് നമ്മൾ കാണുന്ന ഒരു ചിത്രം. ഇതിൻ്റെ ഒത്ത നടുവിൽ നിന്ന് മുമ്പിൽ ഈ നദി കാണിച്ചുകൊണ്ടുള്ളൊരു വ്യൂ. ഇത് വെള്ളം സിമെൻ്റ് ഇട്ട് ഇങ്ങനെ നിർത്തിയിട്ടാണ്, നീല പെയിൻറ് കൊടുത്തിട്ട്. ഇനി നമുക്ക് അതിലൂടെ ഇവിടെ ബന്ദ് ചെയ്തേക്കാണ്. ഇതിലൂടെ അങ്ങനെ പോയിട്ട് താജ്മഹലിൻ്റെ അടുത്തേക്ക്, കുറച്ചും കൂടി അടുത്തേക്ക് പോകാം. ഇവിടെ ഇതിൻ്റെ ഉള്ളിലുള്ളത് ഷാജഹാൻ്റെയും മുംതാസിൻ്റെയും ഖബറാണ്. അപ്പോൾ അതുകൊണ്ട് അതിൻ്റെ ഉള്ളിലേക്ക് കയറുന്നില്ല, വേറെ പ്രത്യേകിച്ചൊന്നുമില്ല. കാണാനുള്ളതൊക്കെ ഇതിൻ്റെ പുറത്തുള്ള ഭംഗിയും കാര്യങ്ങളൊക്കെയാണ്. എൻ്റെ തൊട്ടടുത്ത് വരെ നമ്മളെത്തി. അതിൻ്റെ 2 മിനാരങ്ങളും 3 കുബ്ബകളും മറ്റു മിനാരമൊക്കെ കാണുന്നതാണ്. വിവിധ ഭാഗങ്ങളിലുള്ള അതിൻ്റെ ഗേറ്റുകളാണെന്ന് തോന്നുന്നത്. നമ്മൾ വന്ന ഗേറ്റ് മറ്റൊന്നാണ്. ഇവിടെ വേറെയും ഗേറ്റ്, ഈ സൈഡിലൊരു ഗേറ്റ് കാണുന്നുണ്ട്, ഈ സൈഡിൽ മറ്റൊരു ഗേറ്റ് കാണുന്നുണ്ട്. ഇനി താജ്മഹലിലും എഴുതി വെച്ചിട്ടുള്ളത് അറബി എഴുത്തുകൾ ഉണ്ട്, സൂറത്ത് ഉണ്ട്. അതായത് സൂറത്താണെന്ന് നമുക്ക് നോക്കാം. ഇതിൻ്റെ തൊട്ടടുത്തേക്ക് നമ്മൾ എത്തുമ്പോൾ നമുക്ക് കാണാൻ കഴിയുന്ന ദൃശ്യമാണിത്. അത് ആ കയറി ചെല്ലുന്നിടത്ത് എഴുതിയ സുഹൃത്തുക്കൾ വായിക്കാൻ ശ്രമിച്ചാൽ അതാണ്. സൂറത്ത് യാസീനാണത്. ഇന്നക ലമിനൽ മുർസലീന അലാ സിറാത്തിൻ മുസ്തഖീം ഒക്കെ കണ്ടില്ലേ. കുല്ല ഷൈഇൻ അഹ്സൈനാഹു ഫീ ഇമാമിൻ മുബീൻ ഇന്നാ നഹ്നു നുഹ്യിൽ മൗത നക്തുബു മാ ഖദ്ദമു വ ആഥാറഹും. ഇതൊക്കെ അവിടെ കാണുന്നതാണ്. അതാണ് ഇതിൻ്റെ ആ കവാടത്തിൽ എഴുതി വെച്ചിട്ടുള്ളത്. ഇതൊക്കെ നമ്മളിപ്പോൾ നേരിട്ട് വന്നപ്പോഴാണ് അറിയുന്നത്. ഇതോടെ ഇതിൻ്റെ പിൻഭാഗത്ത് യമുന നദിയുണ്ട് എന്ന് പറഞ്ഞു. അതും കൂടി നമ്മൾ ഇൻഷാ അല്ലാഹ് കാണാൻ ശ്രമിക്കാം. ഇതിൻ്റെ മുകളിലേക്ക് മറ്റൊരു സൈഡാണിത്. നമ്മൾ നേരത്തെ കണ്ടത് ഒരു സൈഡ്, അതല്ലാത്ത മറ്റൊരു സൈഡാണിത്. ഇപ്പോൾ വീഡിയോയിൽ കാണുമ്പോൾ ഒക്കെ ഒരേപോലെ തോന്നുന്നുണ്ടാവാം. ഈ സൈഡിലും അതേപോലെ തന്നെയാണ് ചിത്രപ്പണിയും കാര്യങ്ങളൊക്കെ. അപ്പോൾ അവിടെ നേരത്തെ കണ്ട 2 മിനാരങ്ങൾ റൈറ്റ് സൈഡിൽ കാണുന്നത്. അതിൻ്റെ പുറമെ ഇവിടെ ഒരു മിനാരം. ഇനി അവിടെയുള്ള എഴുത്ത് ഏതാണെന്ന് നമുക്കൊന്ന് നോക്കാം. ഇവിടെയും അവിടെ കടന്നു വന്നതുപോലുള്ള ഒരു കവാടം, ഗേറ്റ് ഇങ്ങോട്ട് കടന്നു വരാനുണ്ട്. നേരത്തെ കണ്ടതല്ല, ഇത് മറ്റൊന്നാണ്. വിശാലമായ ഏരിയ അവിടെ ഉണ്ട്. അങ്ങോട്ട് താഴേക്കുള്ള വ്യൂ എന്താണ് നമുക്ക് നോക്കണം. ഓക്കെ, ഇവിടെ നേരത്തെ മുമ്പിലുള്ളത് പോലുള്ള കുളങ്ങൾ കുറേ ഇല്ല. ഒരു കുളം ഇവിടെ
ചെറിയ രീതിയിൽ ചെറിയൊരു തടാകമുണ്ട്, സ്വിമ്മിംഗ് പൂൾ. യെസ്, യാസീനിലെ ബാക്കി ഭാഗമാണ് അത് എന്നാണ് നമുക്ക് മനസ്സിലായത്. പല ഭാഗങ്ങളും കണ്ടിട്ട് അങ്ങനെ വായിക്കാൻ കിട്ടുന്നുണ്ട്. യാസീനിലെ ഭാഗമാണ്. ലായാലമുൻ കാണുന്നുണ്ടല്ലോ. വലാഹും യഹ്സനൂൻ എന്നൊക്കെ കാണുന്നുണ്ട്. ഇല്ലാ റഹ്മത്തും മിന്നാ വമതാഅൻ ഇലാ ഹീൻ, അത് കണ്ടില്ലേ? അതാണ് ഈ ഭാഗത്ത്. അപ്പോൾ 3 ആ കാണാത്ത 2 സൈഡും കൂടി ഉണ്ടാവുമല്ലോ സ്വാഭാവികമായിട്ടും ഇതിന്. ആ 2 സൈഡുകളിലായിട്ട് പിന്നെ യാസീൻ പൂർണ്ണമായി എഴുതിയിട്ടുണ്ടാവും എന്ന് നമുക്ക് അനുമാനിക്കാം. പിന്നെ എല്ലാ സൈഡിലേക്കും നടന്ന് എത്താൻ കഴിയില്ല. നമ്മുടെ വീഡിയോ എഡിറ്റിംഗ് ഇല്ലാത്ത വീഡിയോ ആണ്. ഇങ്ങനത്തെ വ്ളോഗുകൾ സാധാരണ ചെയ്യാത്തത് കൊണ്ട് ഇങ്ങനത്തെ കാര്യങ്ങളിൽ എഡിറ്റ് ചെയ്യാൻ കൂടുതൽ ടൈം സ്പെൻഡ് ചെയ്യാൻ പറ്റില്ല. നേരെ വീഡിയോ വിത്തൗട്ട് എഡിറ്റിംഗ്. അപ്പോൾ ഇതിലൊക്കെ ഒരു ക്ലിയർ കുറഞ്ഞിട്ടാണ്, ക്ലാരിറ്റി കുറഞ്ഞിട്ടാണ് സ്വാഭാവികമായിട്ട് നമ്മളെ ഇതിൽ കാണും. വെള്ളം ഒലിച്ചു പോകാനുള്ള ഒരു ഇത് നിരനിരയായി ഇവിടെ ഇങ്ങനെ ഇട്ട് വന്നതാണ്. ഈ കല്ലിൽ തന്നെ അതിനുള്ള സംവിധാനം കൂടി ഒതുക്കിയിട്ടുണ്ട്. ഇവിടെ നിന്ന് താഴേക്കുള്ള വ്യൂ ഇതാണ്. ആ വ്യൂ വിശാലമായൊരു ഏരിയയാണ്. അത് മഞ്ഞ് കാരണം വ്യക്തമായി കാണുന്നില്ല. ഇവിടെ അങ്ങനെ നിന്ന് നോക്കിയാൽ ഇതാണ് യമുന നദി എന്ന് മനസ്സിലാക്കുന്നു. ഒഴുക്കുണ്ട്, തോണിയുണ്ട്, പക്ഷേ ഇതിൽ അത്ര ക്ലിയറായി കിട്ടുന്നില്ല എന്നാണ് എനിക്ക് മനസ്സിലാവുന്നത്. സൂം ചെയ്ത് നോക്കാം. യെസ്, ഒഴുകുന്ന ഒരു നദി തന്നെയാണിത്. പറവകൾ പറക്കുന്നു. തോണി ഒക്കെ ഉണ്ട്, അതിൽ തോണിയുണ്ട്, ആളുകളുണ്ട്. ക്ലാരിറ്റി കുറവാണ്. ഇപ്പോൾ ഒരു ധാരണ കിട്ടുന്നുണ്ടാവും. അവിടെയൊക്കെ ഇറങ്ങി നിർത്തിയിട്ടിട്ടുണ്ട് തോണികളൊക്കെ. സമാനമായ ഒരു രീതി തന്നെ തുടർന്നുള്ള ഭാഗങ്ങൾ നമ്മൾ പ്രതീക്ഷിക്കുന്നു. ദെൻ ഇതോടുകൂടെ യമുന നദി നിറഞ്ഞു കഴിയുമ്പോൾ കുറച്ചുകൂടി ബ്യൂട്ടിഫുൾ ആയിരിക്കുമെന്ന് മനസ്സിലാക്കുന്നു. അങ്ങനത്തെ ഒരു സ്ഥലത്ത് നിന്ന് നമ്മളത് വാച്ച് ചെയ്യുമ്പോൾ ഫുൾ മാർബിൾ കൊട്ടാരാണ് കേട്ടോ. താജ്മഹലിൻ്റെ ചുമര് മാർബിൾ കൊട്ടാരാണ്. അതിൻ്റെ ആ മിനാരം, മുകളിൽ കാണുന്ന ആ മിനാരത്തിൻ്റെ നേരെ താഴെയാണ് നമ്മളുള്ളത്. താജ്മഹൽ നല്ല രസകരമായ രീതിയിലുള്ള മാർബിളാണ് നിലത്തും പതിച്ചിട്ടുള്ളത്. ഇവിടെ ഇങ്ങനെ നീണ്ട ഒരു നടപ്പാത ഒരുക്കിയിട്ടുണ്ട്. ആ നടപ്പാതയോട് ചേർന്നാണ് താഴെ യമുന നദി കാണുന്നത്. നോക്കുകയാണെങ്കിൽ ഇതാ അങ്ങനത്തെ ഓരോ മിനാരം ആർച്ചുകളാണിത്. ഇതുപോലെ ഓരോ ആർച്ചുകൾ കൂടി ചേർന്ന്
ഇതിൻ്റെ മുഴുവൻ ഭാഗങ്ങളിലും മുഴുവൻ സൈഡുകളിലും വളരെ രസകരമായി ഒരേ രീതിയിൽ കണ്ടോ, ഒരാർച്ച്, അതിൻ്റെ മുകളിൽ 2 പൂവ്, മുകളിലൊരു സ്ക്വയർ, അതേ സെയിം രീതിയിൽ ആ സ്ഥലങ്ങളിലും. മാർബിൾ കല്ലിൻ്റെ കട്ടിലാണ് ഇരിക്കാനുള്ളത്. മാർബിൾ കല്ലിൻ്റെ കട്ടില. ഇവിടെ അങ്ങനെ ഇരുന്നാൽ കുറേ സമയം വാച്ച് ചെയ്യാൻ പറ്റും. ഇനി അവിടെ ഒന്നും ഇല്ലാത്ത രീതിയിൽ ഇവിടെ 3 സ്ഥലങ്ങൾ ഉള്ളിലേക്ക് നോക്കാൻ പറ്റിയ രീതിയിലുണ്ട്. അവിടെയൊക്കെ മാർബിൾ കൊണ്ട് അടച്ചിരിക്കുകയാണ്. വേണേൽ നമുക്ക് ഇതിൻ്റെ ഉള്ളിലൂടെ എന്താണ് എന്നുള്ളത് നോക്കാം. അതിലൂടെ നോക്കി അതിൻ്റെ ഉള്ളിൽ കാണുന്നുണ്ട്, ക്യാമറയിൽ കാണുന്നില്ല. ക്യാമറയിൽ അത് കിട്ടുമെന്ന് തോന്നുന്നില്ല. യെസ്, കിട്ടി. ഇതിൻ്റെ അണ്ടർഗ്രൗണ്ടിലുള്ള ഒരു അറയാണിത്. ഇതിലൂടെ അങ്ങനെ നോക്കുമ്പോൾ അത് വാച്ച് ചെയ്യാൻ പറ്റുന്നുണ്ട്. ഓക്കെ, തെളിഞ്ഞു. എല്ലാ പരിപാടിയും മാർബിൾ കൊണ്ടാണ്. നോക്കണം, ഇവിടെ മഴ പെയ്താൽ വെള്ളം ഇറങ്ങിപ്പോകാനുള്ള കോവിലേക്കുള്ള സാധനം വരെ മാർബിൾ കൊണ്ടാണ്. മാർബിൾ നിർമ്മിതിയാണ്. സുബ്ഹാനല്ലദീ ഖലഖൽ അസ്വാജ കുല്ലഹാ മിമ്മാ തുംബിത്തുൽ അർളു മിൻ അൻഫുസിഹിം വമിമ്മാ ലാ യഅലമൂൻ. ഇനിയും നമ്മളറിയാത്ത എന്തെല്ലാമൊക്കെയോ ഒരുപാട് സൃഷ്ടാവിൻ്റെ സൃഷ്ടിപ്പിലെ കൗതുകങ്ങൾ, അത്ഭുതങ്ങൾ, വൈഭവങ്ങൾ തീർത്തും വ്യത്യസ്തമാണ്. ഇതിൻ്റെ മറ്റൊരു ഏരിയയിലേക്ക് നമ്മളെത്തിയിരിക്കുന്നു. യെസ്, ഇതോടെ ഈ വീഡിയോ വൈൻഡപ്പ് ചെയ്യാം.